Our help is in the name of the Lord who made heaven and earth. ഹായ് എവരിബഡി, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സണ്ണി സെബാസ്റ്റ്യൻ. ഞാനൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനറാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും TTC പഠിക്കുന്നവർക്കും ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു ഇംഗ്ലീഷ് കോഴ്സ് നൽകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിദേശ കമ്പനികളൊക്കെ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യുവജനങ്ങൾക്ക് കൂടുതൽ ജോലി കിട്ടുവാനായിട്ട് ഉള്ള അവസരങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ യുവജനങ്ങൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ്റെ കൂടെ വളർത്തിയെടുക്കേണ്ട ഒരു സ്കില്ലാണ് എബിലിറ്റി ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ us ടു ലേൺ ദിസ് ഗ്ലോബൽ ലാംഗ്വേജ്. Globalization has made English a tool for international communication, and this international communication through social medias has made the world a global village, and we become a global citizens. ഗ്ലോബലൈസേഷൻ വഴിയായിട്ട് നമ്മുടെ ലോകം ഒരു ഗ്ലോബൽ വില്ലേജായിട്ട് മാറിയിരിക്കുകയാണ്. അതുപോലെ ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ഭാഷയായിട്ട് മാറിയിരിക്കുകയാണ്. Therefore, it's very important for us to learn this global language. Language, as we know, it's a means of communication. Language is a means of communication. Communication എന്ന് പറഞ്ഞാൽ it is the act of expressing our thoughts and feelings to somebody else. In communication, we are sharing our thoughts and feelings to somebody else. As you know, almost every language has alphabet. Alphabet എന്ന് പറഞ്ഞാൽ the letters of a language in a special order is called alphabet. Letters of a language in a special order is called alphabet. The word alphabet has its origin from the Greek alphabet. The first two letters of the Greek alphabet, that is alpha and beta. Greek alphabetile ആദ്യത്തെ രണ്ട് അക്ഷരങ്ങളായ ആൽഫ ബീറ്റ ഈ അക്ഷരങ്ങൾ ചേർന്നാണ് നമുക്ക് ഇംഗ്ലീഷിൽ ആൽഫബറ്റ് എന്നുള്ളൊരു വേർഡ് ലഭിച്ചിരിക്കുന്നത്. ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ അക്ഷരമാല. അക്ഷരമാല എന്ന് പറഞ്ഞാൽ the letters of a language in a special order. ഇംഗ്ലീഷ് ഭാഷയിൽ, as you know, ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്ക് 26 letters ഉണ്ട്. 26 letters are there in English language. As you know, there are 26 letters in English alphabet, and they are mainly divided into two classes, that is vowels and consonants. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ 26 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ 26 ലെറ്റേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്, വവൽസ് ആൻഡ് കൺസണൻസ്. അതായത് A to Z വരെ, ABCD വരെയുള്ള അക്ഷരങ്ങളിൽ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. അതാണ് വവൽസ് ആൻഡ് കൺസണൻസ്. വവൽസ് എന്ന് പറഞ്ഞാൽ AEIOU, ഇതാണ് വവൽസ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം കോൺസണൻസ് ആണ്. വവൽസ് എന്ന് വെച്ചാൽ എന്താണ് മലയാളം? സ്വരാക്ഷരങ്ങൾ. സ്വരാക്ഷരങ്ങൾ എന്ന് പറയാൻ കാര്യം എന്താണ്? ഒരു വേർഡിന് സ്വരം കൊടുക്കുന്നത് ഈ അക്ഷരങ്ങളാണ്, ഈ വവൽസാണ്. ഈ വവൽസാണ് ഒരു വേർഡിന് സ്വരം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അ, ആ, ഇ, ഈ, ഉ, അങ്ങനെയുള്ളതാണ് മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ. ഓക്കെ, വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡ് ഈസ് എ മിക്സ്ചർ ഓഫ് വവൽസ് ആൻഡ് കോൺസണൻസ്. വവൽസും കോൺസണൻസും കൂടി ചേർന്നാണ് നമ്മളൊരു വേർഡ് ഉണ്ടാക്കുന്നത്. Okay, the letters make words and words make sentences. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, ലെറ്റേഴ്സ് അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വാക്കുകൾ ഉണ്ടാക്കുന്നു, വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുന്നു, വാചകങ്ങൾ ഉണ്ടാക്കുന്നു. When we speak, what we do? We make sentence. To make sentence, what we need? We need words. Therefore, let us begin our class with the parts of speech. As you know, English is a foreign language, so we should learn
its basic grammar. Grammar എന്ന് പറഞ്ഞാൽ എന്താണ്? Grammar is the rules of a language. ഒരു ഭാഷയുടെ നിയമവശമാണ് അതിൻ്റെ ഗ്രാമർ എന്ന് പറയുന്നത്. It helps us to learn or it helps us to use the language without mistake. അപ്പോൾ ഇംഗ്ലീഷ് ഒരു ഫോറിൻ ലാംഗ്വേജ് ആയതുകൊണ്ട്, ഒരു വിദേശ ഭാഷ ആയതുകൊണ്ട് ഇന്ത്യൻ ഭാഷ പോലെയല്ല നമ്മൾ പഠിക്കേണ്ടത്. തീർച്ചയായിട്ടും അതിൻ്റെ ഇംഗ്ലീഷ് ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ബേസിക് ഗ്രാമർ പഠിച്ചിരിക്കണം. ഓക്കെ, എ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് which makes complete sense, and these words are classified into 8 different groups according to the work they do in a sentence, and these words are called parts of speech. ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ വാചകങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ സംസാരിക്കാൻ നേരത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സെൻറ്റൻസ് ഉണ്ടാക്കാൻ നമുക്ക് എന്താ വേണ്ടത്? വാക്കുകൾ വേണം. അപ്പോൾ ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ആശയം തരുന്ന വാക്കുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ വാചകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അതിൻ്റെ ഉപയോഗം അനുസരിച്ചുകൊണ്ട് നമ്മൾ 8 തിരിച്ചിരിക്കുകയാണ്. 8 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഈ 8 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. അതായത് ദേ ആർ നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വർബ്, പ്രിപ്പൊസിഷൻ, കൺജങ്ഷൻ ആൻഡ് ഇൻ്റർജെക്ഷൻ. ഇതാണ് പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പാർട്സ് ഓഫ് സ്പീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു വീട് പണിയാനൊക്കെ പോകാൻ നേരത്ത് നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണ്? നമ്മൾ ആ വീട് പണിക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ ആ സൈറ്റിൽ, ആ സ്ഥലത്ത് കൊണ്ടുവന്ന് എത്തിക്കും, അല്ലേ? ആവശ്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സെൻറ്റൻസ്, ഒരു ഭാഷ പഠിക്കാൻ നേരത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതുപോലെ തന്നെ ആവശ്യം വേണ്ട വാക്കുകൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പാർട്സ് ഓഫ് സ്പീച്ചിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് ആവശ്യമായ വാക്കുകൾ നമ്മൾ പഠിക്കുക, അതുപോലെ തന്നെ കുറച്ച് അത്യാവശ്യമുണ്ട് ഗ്രാമറും ടെൻസൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഷ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പാർട്സ് ഓഫ് സ്പീച്ചിൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് നൗണാണ്. നൗൺ മീൻസ് ഇറ്റ്സ് എ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഏതിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തെയാണ് നാമം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ്. ഇൻ സിമ്പിൾ സെൻസ് നൗൺ ഈസ് എ നെയിം. ഇറ്റ്സ് എ നെയിം, ഒരു പേരാണ്. നാമം എന്ന് പറഞ്ഞാൽ പേരാണ്. നൗണിൽ വരുന്നതാണ് സിംഗുലർ ആൻഡ് പ്ലൂറൽ. സിംഗുലർ മീൻസ് ഓൺലി വൺ, പ്ലൂറൽ എന്ന് വെച്ചാൽ മോർ ദാൻ വൺ. ഏകവചനം, ബഹുവചനം. ബോയുടെ പ്ലൂറലാണ് ബോയ്സ്, ഗേളിൻ്റെ പ്ലൂറലാണ് ഗേൾസ്, ചൈൽഡിൻ്റെ ചിൽഡ്രൻ. റിലേറ്റീവ്സ്. നമ്മൾ ഈ പാർട്സ് ഓഫ് സ്പീച്ചിൽ ആദ്യമേ നൗൺ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം നൗൺസ് നമ്മൾ കണ്ടെത്തിക്കൊണ്ട് പഠിക്കാനായിട്ട് നോക്കണം. അപ്പോൾ ചെറിയ ചെറിയ വാക്കുകളാണെങ്കിൽ ഞാൻ കുറച്ച് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ തരുകയാണ്. നമ്മളെന്തിനാണ് ഇപ്പോൾ ടെൻസൊക്കെ പഠിക്കാൻ നേരത്ത് ഈ ചെറിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ സെൻറ്റൻസ് ഉണ്ടാക്കി നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ വാക്കുകൾ തരുന്നത്. റിലേറ്റീവ്സ് നമുക്ക് അറിയാവുന്ന വാക്കുകൾ തന്നെയാണ്, എന്നാലും ഇത് ഉപയോഗിച്ച് നമുക്ക് സെൻറ്റൻസുകൾ കൂടുതൽ ഉണ്ടാക്കാനായിട്ട് എളുപ്പമായിരിക്കും. പാരൻസ്, പാരൻസ് എന്ന് പറഞ്ഞാൽ ഫാദർ ആൻഡ് മദർ. സൺ, ഡോട്ടർ, ബ്രദർ, സിസ്റ്റർ, ഓൾ ദോസ് തിങ്സ്. സൺ എന്ന് വെച്ചാൽ മകൻ, ഡോട്ടർ മകൾ, ബ്രദർ സഹോദരൻ, സിസ്റ്റർ സഹോദരി. അപ്പോൾ ബ്രദർ സിസ്റ്റേഴ്സ് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എൽഡർ ബ്രദർ, യങ്ങർ ബ്രദർ. മൂത്തയാൾ നമ്മളെന്താ പറയുക? എൽഡർ ബ്രദർ. ഇളയാളെ നമ്മൾ യങ്ങർ ബ്രദർ എന്ന് പറയും. എൽഡർ ബ്രദർ, യങ്ങർ ബ്രദർ. എൽഡർ സിസ്റ്റർ, യങ്ങർ സിസ്റ്റർ. ഓക്കെ. അതുപോലെ ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഫാദർ ഓഫ് മൈ പാരൻസ്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയോ ഫാദറിനെയാണ് നമ്മൾ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. അതുപോലെ ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ ആരാണ്? മദർ ഓഫ് മൈ പാരൻസ്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയോ മദറിനെയാണ് നമ്മൾ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത്. ഓക്കെ. ഗ്രാൻഡ് ചിൽഡ്രൻ, ഗ്രാൻഡ് സൺ ആൻഡ് ഗ്രാൻഡ് ഡോട്ടർ. ഓക്കെ. മൈ ഫാദർ ഹാസ് 2 children ആൻഡ് വി ആർ ദ ഗ്രാൻഡ് ചിൽഡ്രൻ ഓഫ് അവർ ഗ്രാൻഡ് ഫാദർ. ഓക്കെ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് പേരൻസ് അവരുടെ കൊച്ചുമക്കളെ വിളിക്കുന്നതാണ് ഗ്രാൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്, കൊച്ചുമക്കൾ. ഗുഡ് മോർണിംഗ് എവരിബഡി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സണ്ണി സെബാസ്റ്റ്യൻ. ഞാനൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനറാണ്.
ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഇംഗ്ലീഷ് കോഴ്സ് നൽകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പൊതുവേ എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ ഉള്ളിലൊരു പേടിയാണ്. ഈ പേടിക്ക് അടിസ്ഥാന കാരണം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, അത്യാവശ്യം വേണ്ട ഗ്രാമറുകൾ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അപ്പോൾ അത്യാവശ്യം വേണ്ട ബേസിക് ഗ്രാമറുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയൊരു ഇംഗ്ലീഷ് കോഴ്സാണ് ഞാൻ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായാൽ മാത്രം മതി. നമ്മുടെ ഈ കോഴ്സിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് ദി എബിലിറ്റി ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇന്ത്യക്കാരായ നമുക്ക് ഇംഗ്ലീഷ് ഒരു ഫോറിൻ ലാംഗ്വേജാണ്, ഒരു വിദേശ ഭാഷയാണ്. ഇറ്റ്സ് എ ലാംഗ്വേജ്. ബേസിക്കലി ഇംഗ്ലീഷ് ഈസ് എ ലാംഗ്വേജ്. ലാംഗ്വേജ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലാംഗ്വേജ് ഈസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഈസ് the act of expressing our thoughts, ideas and feelings to somebody else by using words, signs and sounds. ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വി ആർ ഷെയറിങ് അവർ തോട്ട്സ്, അവർ ഐഡിയാസ്, അവർ ഫീലിങ്സ് ടു സംബഡി എൽസ്. എവറി ലാംഗ്വേജ് ഹാസ് ആൽഫബറ്റ്. എല്ലാ ഭാഷയ്ക്കും അതിൻ്റേതായിട്ടുള്ളൊരു ആൽഫബറ്റ് ഉണ്ട്. ആക്ച്വലി ആൽഫബറ്റ്, ദ വേർഡ് ആൽഫബറ്റിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ആൽഫബറ്റിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങളായ ആൽഫയും ബീറ്റയും ചേർന്നാണ് ആൽഫബറ്റ് എന്നുള്ള വേർഡ് നമുക്ക് ലഭിക്കുന്നത്. ദ ആൽഫബറ്റ്, വേർഡ് ആൽഫബറ്റിൻ്റെ ഒറിജിനാണ് ഗ്രീക്ക് ആൽഫബറ്റിൻ്റെ ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ആയിട്ടുള്ള ആൽഫയും ബീറ്റയും ചേർന്നുകൊണ്ടാണ് നമുക്ക് ആൽഫബറ്റ് എന്നുള്ള വേർഡ് ലഭിക്കുന്നത്. ആൽഫബറ്റ്, ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? The letters of a language in a special order is called alphabet. Letters of a language in a special order is called alphabet. മലയാളത്തിൽ പറഞ്ഞാൽ അക്ഷരമാല എന്ന് പറയും. എല്ലാ ഭാഷയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഒരു അക്ഷരമാലയുണ്ട്. ഇംഗ്ലീഷ് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ there are 26 letters in English. There are 26 letters in English alphabet. അപ്പോൾ അക്ഷരമാല എന്ന് പറയുന്ന പോലെ തന്നെ എ മുതൽ ഇസഡ് വരെ, എ ബി സി ഡി ഇ എഫ് ജി അങ്ങനെ ഇസഡ് വരെ ആ ഒരു ഓർഡറിൽ അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ ആൽഫബറ്റ് എന്ന് പറയുന്നത്. എ ബി സി ഡി എന്ന് പറഞ്ഞാൽ 4 ലെറ്റേഴ്സാണ്, ലെറ്റേഴ്സ് ഓഫ് ഇംഗ്ലീഷാണ്. അപ്പോൾ ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ എ മുതൽ ഇസഡ് വരെയുള്ള ആ ഓർഡറിലുള്ള പോക്കിനെയാണ്. അപ്പോൾ മലയാളത്തിൽ എടുക്കുകയാണെങ്കിൽ ആ ഇ ഉ ഉ അതാണ് അക്ഷരമാല, മലയാളത്തിൻ്റെ അക്ഷരമാല എന്ന് പറയുന്നത്. ഓക്കെ, ഇംഗ്ലീഷിൽ നമുക്ക് 26 ലെറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ആ 26 ലെറ്റേഴ്സിന് ദേ ആർ മെയിൻലി ഡിവൈഡഡ് ഇൻ ടു 2 ക്ലാസ്സസ് അല്ലേ? എന്താണ്? വവൽസ് ആൻഡ് കോൺസണൻസ്. ഇംഗ്ലീഷ് ആൽഫബറ്റിനെ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 26 ലെറ്റേഴ്സ് ഉണ്ട്. 26 ലെറ്റേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്, വവൽസ് ആൻഡ് കോൺസണൻസ്. വവൽസിൽ വരുന്നത് എന്താണ്? എ ഇ ഐ ഒ യു. ബാക്കിയെല്ലാം കോൺസണൻസ് ആണ്. വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ വവൽസും കോൺസണൻസും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു വേർഡ് ഉണ്ടാക്കുന്നത്. വേർഡ് ഈസ് എ മിക്സ്ചർ ഓഫ് വവൽസ് ആൻഡ് കോൺസണൻസ്. വവൽസും കോൺസണൻസും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വേർഡ് ഉണ്ടാക്കുന്നത്. ഏത് വേർഡ് എടുത്ത് നോക്കിയാലും, ഇപ്പോൾ ഏത് വേർഡ് എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും എല്ലാത്തിലും ഒരു വവലുണ്ടാവും, ബാക്കിയെല്ലാം കോൺസണൻസ് ആണ്. വവലുണ്ട്, അതുപോലെ വവൽസും കോൺസണൻസും കൂടി ചേർന്നാണ് നമുക്ക് എപ്പോഴും ഒരു വേർഡ് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ലെറ്റേഴ്സ് മേക്ക് വേർഡ്സ് ആൻഡ് വേർഡ്സ് മേക്ക് സെൻറ്റൻസസ്. ലെറ്റേഴ്സ് മേക്ക് വേർഡ്സ് ആൻഡ് വേർഡ്സ് മേക്ക് സെൻറ്റൻസസ്. As I said, English നമ്മളൊരു ഫോറിൻ ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ് വി ഷുഡ് ലേൺ ഇറ്റ്സ് ബേസിക് ഗ്രാമർ. ഓക്കെ,
ഒരു വിദേശ ഭാഷ എന്ന നിലയിൽ നമ്മൾ പുതിയതായിട്ടൊരു ഭാഷ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ആ ഭാഷയെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഗ്രാമർ തീർച്ചയായിട്ടും പഠിക്കണം. അപ്പോൾ ഗ്രാമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമർ ഈസ് ദ റൂൾസ് ഓഫ് എ ലാംഗ്വേജ്. ഇറ്റ് ഹെൽപ്സ് അസ് ടു യൂസ് ദ ലാംഗ്വേജ് വിത്തൗട്ട് മിസ്റ്റേക്ക്. അപ്പോൾ ഒരു ഭാഷ പഠിക്കുമ്പോൾ ആ ഭാഷയുടെ ഗ്രാമർ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാലേ നമുക്ക് ആ ഭാഷയെ അറിയാൻ പറ്റുള്ളൂ. അതെങ്ങനെ തെറ്റുകൂടാതെ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സയൻസ് തന്നെയാണ് ഏത് ഭാഷയുടെയും ഗ്രാമർ എന്ന് പറയുന്നത്. ഓക്കെ, വെൻ വി സ്പീക്ക് വാട്ട് വി ഡു, വി മേക്ക് sentences. To make sentence, what we need words. Therefore, let us begin our class with the parts of speech. സാധാരണ കുറച്ച് ആളുകൾ പറയാറുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഗ്രാമർ പഠിക്കേണ്ട ആവശ്യമില്ലാന്ന്. അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഏത് ഭാഷയും നമ്മൾ പുതിയതായിട്ട് ഒരു ഭാഷ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഭാഷയെക്കുറിച്ച് അറിയണമെങ്കിൽ അതിൻ്റെ ബേസിക് ഗ്രാമർ തീർച്ചയായിട്ടും നമ്മൾ പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയമെടുത്താണെങ്കിലും ഇംഗ്ലീഷിൻ്റെ ഗ്രാമറും കൂടെ കണ്ടുകൊണ്ടാണ് ഈ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മളൊന്ന് ബ്രഷപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. പുതിയതായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടെ മനോഹരമായ രീതിയിൽ ഒന്നും കൂടെ ഒരു ക്രമമായ രീതിയിൽ നമ്മൾക്ക് കാണാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. സംസാരിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് കംപ്ലീറ്റ് സെൻസ്. ദീസ് വേർഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ക്ലാസ്സസ് അക്കോർഡിംഗ് ടു ദ വർക്ക് ദേ ഡു ഇൻ എ സെൻറ്റൻസ് ആൻഡ് ദീസ് വേർഡ്സ് ആർ കോൾഡ് പാർട്സ് ഓഫ് സ്പീച്ച്. സംസാരിക്കാൻ നേരത്ത് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സെൻറ്റൻസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെ ക്ലാസിഫൈ പാർട്സ് ഓഫ് സ്പീച്ചിൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് നൗണാണ്. നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ നൗൺ എന്ന് വെച്ചാൽ പേര്. ഏതിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തെയാണ് നാമം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ്. ഇറ്റ്സ് എ നെയിം. ഇൻ സിമ്പിൾ സെൻസ് നൗൺ ഈസ് എ നെയിം. നൗണിൽ വരുന്നതാണ് സിംഗുലർ ആൻഡ് പ്ലൂറൽ. സിംഗുലർ എന്ന് വെച്ചാൽ എന്താ? ഒൺലി വൺ, അല്ലെങ്കിൽ സിംഗിൾ. പ്ലൂറൽ എന്ന് വെച്ചാൽ മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതലുള്ളതിന് പ്ലൂറൽ എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് നൗൺസ് നമ്മൾ കാണുകയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷിലെ തുടക്കക്കാരെയൊക്കെ കൂടി ഉൾപ്പെടുത്തി നമ്മൾ ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ചെറിയ ചെറിയ വാക്കുകൾ പോലും നമ്മൾ കുറച്ച് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയാവുന്ന വാക്കുകൾ തന്നെയാണ്, എന്നാലും നമുക്കൊരു ഓർഡറിൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ വാക്കുകൾ നമ്മൾ ഒന്ന് പരിചയപ്പെടുത്താണ്. റിലേറ്റീവ്സ്, അതിൽ ഫാദർ, മദർ, ബ്രദർ ആൻഡ് സിസ്റ്റർ. ഓക്കെ, ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, നമ്മുടെ ഫാദറിൻ്റെ അല്ലെങ്കിൽ മദറിൻ്റെ പാരൻസിനെയാണ് നമ്മൾ ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ പേരക്കുട്ടികൾ നമ്മൾ പറയുന്നതാണ് ഗ്രാൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. ഗ്രാൻഡ് ചിൽഡ്രൻ അല്ലെങ്കിൽ ഗ്രാൻഡ് സൺ അല്ലെങ്കിൽ ഗ്രാൻഡ് ഡോട്ടർ. ഗ്രാൻഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് സൺ അല്ലെങ്കിൽ ഗ്രാൻഡ് ഡോട്ടർ. ഓക്കെ, അതായത് ഈ ഫാദറിൻ്റെ മക്കളെയാണ് ചില ഗ്രാൻഡ് ചിൽഡ്രൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫാദറിനെയാണ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ മദറിൻ്റെ ഫാദറിനെയാണ് ഗ്രാൻഡ് ഫാദർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാൻഡ് മദർ. ഓക്കെ, അങ്കിൾ എന്ന് പറഞ്ഞാലാണ് ബ്രദർ ഓഫ് യുവർ പാരൻസ്. ഓക്കെ, ബ്രദർ ഓഫ് യുവർ പാരൻസ്. ഓണ്ട്, ആൻറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത് സിസ്റ്റർ ഓഫ് യുവർ പാരൻസ്. നമ്മുടെ പാരൻസിന്, നമ്മുടെ മാതാപിതാക്കന്മാരുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനെയാണ് നമ്മൾ അങ്കിളും ആൻറ്റി എന്നൊക്കെ പറയുന്നത്. നെവ്യൂ, സൺ ഓഫ് യുവർ ബ്രദർ ഓർ സിസ്റ്റർ. സൺ ഓഫ് യുവർ ബ്രദർ ഓർ സിസ്റ്ററാണ് നെഫ്യൂ. നീസ്, ഡോട്ടർ ഓഫ് യുവർ ബ്രദർ ഓർ സിസ്റ്റർ. സൺ എന്ന് പറഞ്ഞാൽ മകൻ, ഡോട്ടർ മകൾ. മദർ ഇൻ ലോ, അമ്മായിയമ്മ. ഫാദർ ഇൻ ലോ, അമ്മായിയപ്പൻ. ബ്രദർ ഇൻ ലോ എന്ന് വെച്ചാൽ എന്താണ്? അളിയൻ. സിസ്റ്റർ ഇൻ ലോ, നാത്തൂൻ. ഓക്കെ, കസിൻ എന്ന് പറഞ്ഞാലാണ് സൺ ഓർ ഡോട്ടർ ഓഫ് യുവർ അങ്കിൾ. അങ്കിളിൻ്റെ അല്ലെങ്കിൽ ആൻറ്റിയുടെയോ മക്കളെയാണ് നമ്മൾ സാധാരണ കസിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇപ്പോൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് എൽഡർ ബ്രദറുണ്ട്, യങ്ങർ ബ്രദറുണ്ട്. എൽഡർ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ, യങ്ങർ ബ്രദർ സിസ്റ്ററുണ്ട്. ഓക്കെ, എൽഡർ എന്ന് വെച്ചാൽ എന്താണ്? മൂത്തത്, മൂത്ത സഹോദരൻ, മൂത്ത സഹോദരി, ഇളയ സഹോദരൻ, ഇളയ സഹോദരി. എൽഡർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഹീ ഈസ് മൈ എൽഡർ ബ്രദർ എന്നാണ്, ഓർ ഷീ ഈസ് മൈ എൽഡർ സിസ്റ്റർ. ഓക്കെ, എൽഡറിൻ്റെ കൂടെ നമ്മൾ സാധാരണ ദാൻ ചേർത്ത് പറയാറില്ല. ഹീ ഈസ് മൈ എൽഡർ ബ്രദർ. ഓക്കെ, ഡേയ്സ് ആൻഡ് മന്ത്സ്, വീക്ക് ഡേയ്സ് നമുക്കറിയാവുന്ന വാക്കുകൾ തന്നെയാണ്. എന്നാലും ഒന്നിട്ട് കുറച്ച് വാക്കുകൾ കെട്ടിക്കൊണ്ട് നമുക്ക് സെൻറ്റൻസ് ചെയ്താൽ നേരത്ത് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് സെൻറ്റൻസ് ചെയ്യാനായിട്ട് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ തരുന്നത്. വീക്ക് ഡേയ്സ് ഏതൊക്കെയാണ്? സൺഡേയിലാണ് ആരംഭിക്കുന്നത്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. അതുപോലെ മന്ത്സ് എടുക്കുമ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ, നമ്മൾ സെൻറ്റൻസ് പഠിക്കാൻ നേരത്ത് ചെറിയ ചെറിയ സെൻറ്റൻസുകൾ എഴുതാനായിട്ട് നമ്മൾ എക്സർസൈസ് പ്രാക്ടീസ് തരും. അപ്പോൾ ഈ വീക്ക് ഡേയ്സും മന്തൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സെൻറ്റൻസ് എഴുതാനായിട്ട് നമുക്ക് സാധിക്കണം. ചെറുതായിട്ട് കിട്ടും. നമ്മളിപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറച്ചുകൂടെ നൗൺസാണ് തരുന്നത്. നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ഗുണങ്ങൾ അതിനകത്തുണ്ട്. അതൊക്കെ നമുക്കില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കണം. സം നൗൺസ്. എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? EDUCATION, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. ഫ്രീഡം, ഫ്രീഡം, സ്വാതന്ത്ര്യം. ഇമ്പോർട്ടൻസ്, പ്രാധാന്യം. റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. പർപ്പസ്, ലക്ഷ്യം. മച്യൂരിറ്റി, MATURITY, മച്യൂരിറ്റി, പക്വത. പ്രൂഡൻസ്, പ്രൂഡൻസ് എന്ന് വെച്ചാൽ അർത്ഥം വിവേകം. PRUDENCE, പ്രൂഡൻസ്, വിവേകം. നോളജ്, അറിവ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇഗ്നോറൻസ്. IGNORANCE, ഇഗ്നോറൻസ്. പേഴ്സണാലിറ്റി, വ്യക്തിത്വം. PERSONALITY, പേഴ്സണാലിറ്റി. ഓണസ്റ്റി, വിശ്വസ്തത. സിൻസിരിറ്റി, ആത്മാർത്ഥത. ഹ്യൂമിലിറ്റി, എളിമ. പഞ്ച്വാലിറ്റി, കൃത്യനിഷ്ഠത. മൊറാലിറ്റി, മോറൽ. മൊറാലിറ്റി മീൻസ് സദാചാരം. ഒബീഡിയൻസ്, അനുസരണം. കൊറേജ്, ധൈര്യം. കോൺഫിഡൻസ്, ആത്മവിശ്വാസം. എബിലിറ്റി, കഴിവ്. സ്കിൽ, കഴിവ്. SKILL, സ്കിൽ, കഴിവ്. അംബിഷൻ, ആഗ്രഹം. ഡിസീസ്, രോഗം. DISEASE, ഡിസീസ്, രോഗം. ഡിസ്റ്റൻസ്, അകലം. ഡിസ്റ്റർബൻസ്, ശല്യം. ഡ്രീം, സ്വപ്നം. ഡൗട്ട്, സംശയം. പെർമിഷൻ, പെർമിഷൻ, അനുവാദം. അഡ്മിഷൻ, അഡ്മിഷൻ, പ്രവേശനം. പെർഫോമൻസ്, പ്രകടനം. PERFORMANCE, പെർഫോമൻസ്, ഒരു പ്രകടനം. കൺഗ്രാജുലേഷൻസ്, അഭിനന്ദനങ്ങൾ. സിറ്റുവേഷൻ, സാഹചര്യം. വേക്കൻസി, ഒഴിവ്. ക്ലവർനെസ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഫോളിഷ്നെസ്. ക്ലവർനെസ് മീൻസ് ബുദ്ധി, കൂർമ്മത. ഫോളിഷ്നെസ്, മണ്ടത്തരം. ഓഫർ, ദാനം. ഓഫർ. ഫേക്ക്, ഫേക്ക് ന്യൂസ് എന്നൊക്കെ പറയുന്നത്. ഫേക്ക്, വ്യാജമായിട്ടുള്ള ന്യൂസുകൾ. ഫേക്ക് മീൻസ് വ്യാജം. PATIENCE, പേഷ്യൻസ്, ക്ഷമ. PATIENT, പേഷ്യൻ്റ് മീൻസ് രോഗി എന്നർത്ഥം. ഓക്കെ, ഡയറക്ഷൻസ്, ദിക്കുകൾ. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഈസ്റ്റ് എന്താണ്? കിഴക്ക്. വെസ്റ്റ്, പടിഞ്ഞാറ്. നോർത്ത്, വടക്ക്. സൗത്ത്, തെക്ക്. അതിൻ്റെ അഡ്ജക്റ്റീവ് ഫോമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈസ്റ്റേൺ. ഈസ്റ്റേൺ, വെസ്റ്റേൺ, നോർത്തേൺ, സദേൺ. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ വരുന്നതാണ് നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്ക്. നോർത്ത് വെസ്റ്റ്, വടക്ക് പടിഞ്ഞാറ്. സൗത്ത് ഈസ്റ്റ്, തെക്ക് കിഴക്ക്. സൗത്ത് വെസ്റ്റ്, തെക്ക് പടിഞ്ഞാറ്. നമ്മൾ
ഭൂപടമൊക്കെ എടുത്ത് കേരളത്തിൻ്റെ മാപ്പൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. എവിടെയാണ് സൗത്തിലാണോ നോർത്തിലാണോ നോക്കിയിട്ടെടുക്കുന്നത്, സൗത്ത് വെസ്റ്റ് ആണോ നോർത്ത് ഈസ്റ്റ് ആണോ എന്നൊക്കെ പറയുന്നത് ഇതുപോലെയാണ്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു വാക്കുകൾ ഉപയോഗിക്കുന്നത് തരുന്നത് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെൻറ്റൻസ് എഴുതാൻ നേരത്ത് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ സെൻറ്റൻസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാക്കുകളും കൂടെ തരുന്നത്. ഓക്കെ, പാർട്സ് ഓഫ് സ്പീച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറച്ച് നൗൺസുകൾ നമ്മളിപ്പോൾ കണ്ടായിരുന്നു. രണ്ടാമത്തെ നമ്മൾ കാണാൻ പോകുന്നത് പ്രോനൗൺ ആണ്. പ്രോനൗൺ, പ്രോ ഒരു ലാറ്റിൻ വേർഡാണ്. പ്രോ മീൻസ് ഫോർ അല്ലെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ്, പകരം. നാമത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കിനെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നത്. ഓക്കെ, നാമത്തിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിനെ പ്രോനൗൺ എന്ന് പറയുന്നു. അപ്പോൾ പ്രോനൗൺസ് നമുക്ക് എളുപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ പേഴ്സണൽ പ്രോനൗൺസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹെഡിങ്ങിൽ ഇങ്ങനെ 3 തിരിച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നയാൾ, ദ പേഴ്സൺ സ്പീക്കിംഗ്. അപ്പോൾ ഫസ്റ്റ് പേഴ്സണിൽ വരുന്നതാണ് ഐ, അതിൻ്റെ പ്ലൂറലാണ് വി. സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ സംസാരിക്കണമെങ്കിൽ നമുക്ക് കേൾക്കാനായിട്ട് ഒരാൾ വേണം. അപ്പോൾ കേൾക്കുന്നയാളെയാണ് സെക്കൻഡ് പേഴ്സൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പേഴ്സൺ സ്പോക്കൺ ടു. അപ്പോൾ ആരോടാണ് ഞാൻ സംസാരിക്കുന്നത്? അയാളാണ്. അപ്പോൾ സെക്കൻഡ് പേഴ്സണിൽ വരുന്നതാണ് യു, അതിൻ്റെ പ്ലൂറലും യു തന്നെയാണ്. തേർഡ് പേഴ്സൺ, ദ പേഴ്സൺ സ്പോക്കൺ ഓഫ്. നമ്മൾ സംസാരിക്കാൻ നേരത്തെ ആരെക്കുറിച്ച് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതാണ് തേർഡ് പേഴ്സൺ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ വരുന്നതാണ് ഹി, ഷീ, ഇറ്റ്, അതിൻ്റെ പ്ലൂറലാണ് ദേ. അപ്പോൾ പേഴ്സണൽ പ്രോനൗണിൽ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ആക്കി തിരിച്ചിരിക്കുന്നത് നമ്മളിങ്ങനെ ഈ പേഴ്സണൽ പ്രോനൗണിൽ വരുന്നത് ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഇതാണ് പേഴ്സണൽ പ്രോനൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പല രൂപങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാം. അതിൻ്റെ പല ഉപയോഗങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. ഭാഗമാണ് കേസ് എന്ന് പറയുന്നത്. കേസ് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മാനർ ഇൻ വിച്ച് എ പ്രോനൗൺ ഈസ് യൂസ്ഡ് ഇൻ എ സെൻറ്റൻസ്. അതാണ് അതിൻ്റെ കേസ് എന്ന് പറയുന്നത്. ഒരു പ്രോനൗൺ ഒരു സെൻറ്റൻസിൽ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു അതാണ് അതിൻ്റെ കേസ് എന്ന് പറയുന്നത്. നമുക്ക് മെയിനായിട്ട് 3 കേസാണുള്ളത്. നോമിനേറ്റീവ് കേസ്, അക്യൂസേറ്റീവ് കേസ്, പോസസീവ് കേസ്. ഒരു പ്രോനൗണിനെ സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ നോമിനേറ്റീവ് കേസ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുന്നതിനാണ് അക്യൂസേറ്റീവ് കേസ് എന്ന് പറയുന്നത്. ഉടമസ്ഥത കാണിക്കുന്ന ഫോമിനെയാണ് പോസസീവ് കേസ് എന്ന് പറയുന്നത്. നമ്മൾ പ്രോനൗൺസ് പഠിച്ചു. ഇതാണ് പ്രോനൗൺസ്. സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ സെൻറ്റൻസിൽ ആദ്യമേ വരും. ഒബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിറ്റീവ് വെർബിന് ശേഷം വരുന്നതാണ് ഈ ഒബ്ജക്റ്റ് ഫോം. അതുപോലെ ഉടമസ്ഥത കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോസസീവ് ഫോം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഐയുടെ അക്യൂസേറ്റീവ് ഫോം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഫോമാണ് മീ, അതിൻ്റെ പോസസീവ് ഫോമാണ് മൈ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, മീ എന്ന് പറഞ്ഞാൽ എന്നെ, മൈ എൻ്റെ, വി ഞങ്ങൾ, അസ് ഞങ്ങളെ, അവർ ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ, യു എന്ന് പറഞ്ഞാൽ നീ. ഇവിടെ ഒബ്ജക്റ്റ് ഫോമാണ്, അതിന് യു മലയാളത്തിൽ നിന്നെ എന്നർത്ഥമുണ്ട്. യുവർ എന്ന് വെച്ചാൽ നിൻ്റെ. ഹി അവൻ, ഹിം അവനെ, ഹിസ് അവൻ്റെ, ഷീ അവൾ, ഹർ അവളെ. അവിടെ പോസിറ്റീവ് ഫോമിൽ നമുക്ക് ഹെർ തന്നെയാണ്. ഹർ മീൻസ് അവളുടെ. ഇറ്റ് ഒരു വസ്തുവിന് പകരം നിൽക്കുന്ന പ്രോനൗണാണ് ഇറ്റ്. ഇത് അല്ലെങ്കിൽ അത്, അതുപോലെ തന്നെ ഇറ്റ് ഇതിനെ അല്ലെങ്കിൽ അതിനെ, ഇറ്റ്സ് ഇതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ എന്നൊക്കെ അർത്ഥം വരും. ദേ എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ പ്ലൂറലാണ് ദേ, അവർ. ദം എന്ന് പറഞ്ഞാൽ അവരെ, ദെയർ അവരുടെ. ഇത് നോമിനേറ്റീവ് ഫോം, ഇത് അക്യൂസേറ്റീവ് ഫോം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഫോം, അത് പോസസീവ് ഫോം, ഓണർഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോം. പേഴ്സണൽ പ്രൊനൗൺസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഐ എന്ന് വെച്ചാൽ മലയാളത്തിൽ ഞാൻ എന്നർത്ഥമുണ്ട്, എനിക്കെന്ന് അർത്ഥമുണ്ട്. ഐ ഞാൻ. ഐ ആം ഫ്രീ, ഞാൻ ഫ്രീ ആണ്. ഐ ആം ഹാപ്പി, ഞാൻ ഹാപ്പിയാണ്. ഐ ഹാവ് എ പെൻ, എനിക്കൊരു പേനയുണ്ട്. ഐ നോ ഹിം, എനിക്ക് അവനെ അറിയാം. മീ, ഐയുടെ ഒബ്ജക്റ്റ് ഫോമാണ് മീ, എന്നെ.
ഒരു വെർബിന് ശേഷമാണ് ഒബ്ജക്റ്റ് ഫോം വരുന്നത്. ഹി നോസ് മീ, അവന് എന്നെ അറിയാം. മൈ പൊസീവ് കേസാണ്, ഉടമസ്ഥത കാണിക്കുന്നത്. എൻ്റെ, ഇറ്റ് ഈസ് മൈ പെൻ. വി ഞങ്ങൾ, അതുപോലെ ഞങ്ങൾക്കെന്ന് അർത്ഥമുണ്ട്. വി ആർ സ്റ്റുഡൻസ്, ഞങ്ങൾ സ്റ്റുഡൻസാണ്. ഞങ്ങൾക്ക്, വി ഹാവ് എ ഹൗസ്, ഞങ്ങൾക്കൊരു വീടുണ്ട്. വി നോ ഹിം, ഞങ്ങൾക്ക് അവനെ അറിയാം. അസ് ഞങ്ങളെ, ഒബ്ജക്റ്റ് ഫോമാണ്. വിയുടെ ഒബ്ജക്റ്റ് ഫോമാണ് അസ്. ദേ ഹെൽപ്ഡ് അസ്, വിയുടെ പൊസസീവ് ഫോമാണ് അവർ, ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ. ദാറ്റ് ഈസ് അവർ സ്കൂൾ. അപ്പോൾ സബ്ജക്റ്റ് ഫോമാണ് ഐ, അതിൻ്റെ ഒബ്ജക്റ്റ് ഫോമാണ് മീ, അതിൻ്റെ പൊസസീവ് ഫോമാണ് മൈ. വി സബ്ജക്റ്റ് ഫോം, അതായത് നോമിനേറ്റീവ് കേസ്, അതിൻ്റെ ഒബ്ജക്റ്റ് ഫോമാണ് അസ്, അതിൻ്റെ പൊസസീവ് ഫോമാണ് അവർ. ഇസ് ദാറ്റ് ഓക്കെ? യു മീൻസ് നീ. യു ആർ എ ഗുഡ് ബോയ്. സിംഗുലറും പ്ലൂറലും യു തന്നെയാണ്. നീ എന്നർത്ഥമുണ്ട്, നിങ്ങൾ എന്നർത്ഥമുണ്ട്. സിംഗുലർ ആണെങ്കിൽ നീ, യു ആർ എ ഗുഡ് ബോയ്. പ്ലൂറൽ നിങ്ങൾ, യു ആർ മൈ സ്റ്റുഡൻസ്, നിങ്ങൾ എൻ്റെ സ്റ്റുഡൻസ് ആണ്. യു, അതിൻ്റെ ഒബ്ജക്റ്റ് ഫോം യു തന്നെയാണ്. നിന്നെ അല്ലെങ്കിൽ നിങ്ങളെ. ഐ നോ യു, എനിക്ക് നിന്നെ അറിയാം, എനിക്ക് നിങ്ങളെ അറിയാം. യു ആർ പൊസസീവ് ഫോമാണ്, ഉടമസ്ഥത കാണിക്കുന്നത് യു ആർ. നിൻ്റെ, ഐ നോ യുവർ ഹൗസ്, എനിക്ക് നിൻ്റെ വീട് അറിയാം അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ വീട് അറിയാം. ഹി അവൻ, ഹീ ഈസ് ഹിയർ, അവൻ ഇവിടെ ഉണ്ട്. ഹിം ഒബ്ജക്റ്റ് ഫോം, ഹീയുടെ ഒബ്ജക്റ്റ് ഫോമാണ് ഹിം, അവനെ. ഐ നോ ഹിം, എനിക്ക് അവനെ അറിയാം. ഹിസ് എൻ്റെ പൊസസീവ് ഫോമാണ് ഹിസ്, അവൻ്റെ. ഐ നോ ഹിസ് ഹൗസ്, എനിക്ക് അവൻ്റെ വീടറിയാം. ഇത് നോമിനേറ്റീവ് കേസ്, അതായത് സബ്ജക്റ്റ് ഫോം, അതിൻ്റെ ഒബ്ജക്റ്റ് ഫോം യു തന്നെയാണ്, അതിൻ്റെ പൊസസീവ് ഫോമാണ് യുവർ. ഇത് നോമിനേറ്റീവ് കേസ്, അതിലെ സബ്ജക്റ്റ് ഫോം, അതിൻ്റെ ഒബ്ജക്റ്റ് ഫോമാണ് ഹിം, അതിൻ്റെ പൊസസീവ് ഫോമാണ് ഹിസ്. ഇതുപോലെ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ എഴുതി ഈ പേഴ്സണൽ പ്രൊനൗൺസ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഇങ്ങനെ അർത്ഥമൊക്കെ എഴുതി വിടുന്നത്. അറിയാവുന്നവർ അത് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ സെൻറ്റൻസുകൾ എഴുതാൻ നോക്കുക. അറിയാമില്ലാത്ത കുട്ടികൾ ഇതിൻ്റെ അർത്ഥം ചെറുതായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും നോക്കുക. ഷീ, ഹെർ, ഹെർ. സബ്ജക്റ്റ് ഫോം ഷീ, അതിൻ്റെ ഒബ്ജക്റ്റ് ഫോമാണ് ഹെർ, അതിൻ്റെ പൊസസീവ് ഫോം ഹെർ തന്നെ. ഷീ അവൾ, ഷീ ഈസ് ദെയർ, അവൾ അവിടെയുണ്ട്. ഐ ഹെൽപ്പ് ഹെർ ഒബ്ജക്റ്റ് ഫോം. ഒബ്ജക്റ്റ് ഫോം നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഒബ്ജക്റ്റ് ഫോം എപ്പോഴും വരുന്ന ഒരു വെർബിന് ശേഷമാണ്, ട്രാൻസിറ്റീവ് വെർബിന് ശേഷമാണ് ഒബ്ജക്റ്റ് ഫോം വരുന്നത്. ഓക്കെ, ഹെർ അവളെ. ഐ ഹെൽപ്പ് ഹെർ, ഞാൻ അവളെ സഹായിക്കുന്നു. ഹെർ അവളുടെ. വി നോ ഹെർ ബ്രദർ, ഞങ്ങൾക്ക് അവളുടെ ബ്രദറിനെ അറിയാം. ഇറ്റ് ഒരു വസ്തുവിന് പകരമാണ് നമ്മൾ ഇറ്റ് ഉപയോഗിക്കുന്നത്. ഒരു വസ്തുവിന് പകരം ഉപയോഗിക്കുന്ന പ്രോനൗണാണ് ഇറ്റ്. ഇറ്റ് മീൻസ് ഇത് അല്ലെങ്കിൽ അതെന്നൊക്കെ പറയാം. ഇറ്റ് ഈസ് മൈ പെൻ, അതിൻ്റെ ഒബ്ജക്റ്റ് ഫോം ഇറ്റ് തന്നെയാണ്. ഐ ലൈക്ക് ഇറ്റ്, എനിക്കിതിനെ ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്കിത് ഇഷ്ടമാണ്. അതിൻ്റെ പൊസസീവ് ഫോമാണ് ഇറ്റ്സ്, ഇതിൻ്റെ. ഐ ലൈക്ക് ഇറ്റ്സ് കളർ, ഇതിൻ്റെ. ദേ, ദേ മീൻസ് അവർ, ദം അവരെ, ദെയർ അവരുടെ. സബ്ജക്റ്റ് ഫോം, അതിൻ്റെ ഒബ്ജക്റ്റ് ഫോമാണ് ദം, അതിൻ്റെ പൊസസീവ് ഫോമാണ് ദെയർ. ദേ ആർ ബിസി, അവർ വളരെ ബിസിയാണ്, തിരക്കിലാണ്. ഐ നോ ദം, എനിക്ക് അവരെ അറിയാം. വി നോ ദെയർ ഹൗസ്, ഞങ്ങൾക്ക് അവരുടെ ഹൗസ് അറിയാം. നമ്മൾ പേഴ്സണൽ പ്രൊനൗൺസിൽ നമ്മൾ അതിൻ്റെ നോമിനേറ്റീവ് കേസ്, അക്വിസിറ്റീവ് കേസ്, പൊസസീവ് കേസ്, അങ്ങനെ 3 തരംതിരിച്ചാണ് നമ്മൾ പഠിച്ചത്. അതായത് സബ്ജക്റ്റ് ഫോം, ഒബ്ജക്റ്റ് ഫോം, ഓണർഷിപ്പ് കാണിക്കുന്ന പൊസസീവ് ഫോം. അങ്ങനെ എല്ലാ പേഴ്സണൽ പ്രൊനൗൺസിനെയും നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. ഇങ്ങനെ ചെറിയ ചെറിയ വാക്കുകൾ നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കാൻ നോക്കുക. അതുപയോഗിച്ചുകൊണ്ട് ചെറിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ നോക്കുക. ഇംഗ്ലീഷിലൊക്കെ കൂടുതൽ നമ്മൾ സെൻറ്റൻസുകൾ എഴുതി പരിചയമായി പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ പിന്നീട് അത് ഇതുപോലെ മലയാളത്തിൽ അർത്ഥം കണ്ടെത്താനായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ മലയാളം കറക്റ്റൊന്നും നിങ്ങൾക്ക് അതിൻ്റെ ശരിക്കും അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് മലയാളം കൂടി എഴുതിയത്. അപ്പോൾ കറക്റ്റ് മലയാളം നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇംഗ്ലീഷ് തന്നെ ഉപയോഗിച്ചുകൊണ്ട്, ഇംഗ്ലീഷിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചാലും മതിയാവും.
ഇറ്റ്സ് മീൻസ് ഇറ്റ് ഈസ് അല്ലെങ്കിൽ ഇറ്റ് ഹാസ് എന്ന് വായിക്കാൻ പറ്റും. അപ്പോസ്ട്രോഫി എസ് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ്, ഇറ്റ് ഈസ് അല്ലെങ്കിൽ ഇറ്റ് ഹാസ്. ഇറ്റ് ഈസ് മൈ പെൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഇറ്റ്സ് മൈൻ. പേനെടുത്ത് നമ്മൾ കൈ പിടിച്ചിട്ട് പറയാം ഇറ്റ്സ് മൈൻ. ഇറ്റ് ഈസ് മൈ പെൻ എന്ന് പറയാം, അല്ലെങ്കിൽ വി ക്യാൻ ഓൾസോ സേ ഇറ്റ്സ് മൈൻ. ഓക്കെ, അതുപോലെ തന്നെ എല്ലാത്തിനും അങ്ങനെ പറയാൻ സാധിക്കും. ഇറ്റ് ഈസ് അവർ ഹൗസ്, ഇറ്റ് ഈസ് അവേഴ്സ്. അപ്പോൾ മൈൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എൻ്റേത്, ഇറ്റ്സ് മൈൻ. അവേഴ്സ് നമ്മുടേത്, ഞങ്ങളുടേത്. ഇറ്റ് ഈസ് യുവർ ബുക്ക്, ഇറ്റ് ഈസ് യുവേഴ്സ് ഓർ ഇറ്റ്സ് യുവേഴ്സ്, ഇത് നിങ്ങളുടേതാണ്. ഇറ്റ് ഈസ് ഹിസ് പെൻ ഓർ ഇറ്റ് ഈസ് ഹിസ് ഓർ ഇറ്റ്സ് ഹിസ്. ഇറ്റ് ഈസ് ഹെർ ബാഗ്, ഇറ്റ്സ് ഹേഴ്സ്. ഇറ്റ് ഈസ് ദെയർ ബോക്സ്, ഇറ്റ്സ് ദെയേഴ്സ്, അവരുടേത്. മൈൻ മീൻസ് എൻ്റേത്, അവേഴ്സ് മീൻസ് നമ്മുടേത്, യുവേഴ്സ് മീൻസ് നിങ്ങളുടേത്, ഹിസ് ഈസ് ഹിസ്, ഹേഴ്സ് അവളുടേത്, ദെയേഴ്സ് അവരുടേത്. ഇതിനെ നമ്മൾ പൊസസീവ് പ്രോനൗൺ എന്നും കൂടെ പറയാറുണ്ട്. മറ്റേത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്, ഇത് പൊസസീവ് പ്രോനൗൺ എന്നും കൂടെ പറയാറുണ്ട്. ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കി സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കാൻ നേരത്ത് കൂടുതലായിട്ട് ഇതുപോലെ സെൻറ്റൻസുകൾ ഉണ്ടാക്കി സംസാരിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, പേഴ്സണൽ പ്രൊനൗൺസിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. പേഴ്സണൽ പ്രൊനൗൺസ് നമുക്ക് ഏതൊക്കെയാണ് നമുക്കിപ്പോൾ കണ്ടായിരുന്നതൊക്കെയാണ് നമ്മൾ കണ്ട പേഴ്സണൽ പ്രൊനൗൺസ്. അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. നമ്മൾ കേസ് നമ്മൾ പഠിച്ചായിരുന്നു. സബ്ജക്റ്റ് ഫോം, ഒബ്ജക്റ്റ് ഫോം, പൊസസീവ് ഫോം, അതിൻ്റെ പൊസസീവ് പ്രോനൗണും അതുപോലെ സെൽഫ് ഫോം. നമ്മളിത് പഠിച്ചില്ല, നമ്മളിത് പിന്നീട് കാണുന്നതായിരിക്കും. സെൽഫ് ഫോം, സെൽഫ് ഫോം സാധാരണ ഉപയോഗിക്കുന്നത് ഒരു സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒരാൾ തന്നെ ആകുമ്പോൾ, ആക്ഷൻ ചെയ്യുന്ന ആൾക്കാർ, പ്രവൃത്തി ചെയ്യുന്നയാളും അതിൻ്റെ ഫലം അനുഭവിക്കുന്ന ആളും ഒരാൾ തന്നെ ആകുമ്പോൾ നമ്മൾ സെൽഫ് ഫോമാണ് ഉപയോഗിക്കുന്നത്. ഐ ആസ്ക്ഡ് മൈ സെൽഫ് അല്ലെങ്കിൽ ഐ സീ മൈ സെൽഫ് ഓൺ ദ മിറർ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ആ നേരം നമ്മൾ സെൽഫ് ഫോമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കണ്ട പേഴ്സണൽ പ്രൊനൗൺസിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്, ഡിഫറെൻറ്റ് രൂപങ്ങളാണ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ സെൻറ്റൻസ് എഴുതിയത്, പഠിച്ചത്. അപ്പോൾ അത് ഇതേപോലെ ഒരു ഓർഡറിൽ നമ്മുടെ കയ്യിലുണ്ടാവണം. ഇതിൻ്റെ അർത്ഥങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ നോക്കുക, സ്വന്തമായിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ നോക്കണം. പഠിക്കാൻ നേരത്തെ നിങ്ങൾക്ക് ഇതുപോലെ പഠിക്കാം. ഐ, മീ, മൈ, മൈൻ, മൈ സെൽഫ്. വി, അസ്, അവർ, അവേഴ്സ്, അവർ സെൽസ്. യു, യുവർ, യുവേഴ്സ്, യുവർ സെൽഫ് ആൻഡ് യുവർ സെൽസ്. നമുക്ക് സിംഗുലറുണ്ട്, പ്ലൂറലുണ്ട്. സിംഗുലർ ആണെങ്കിൽ യുവർ സെൽഫ് ആൻഡ് പ്ലൂറൽ ആണെങ്കിൽ യുവർ സെൽസ്. ഹി, ഹിം, ഹിസ്, ഹിംസെൽഫ്. ഷീ, ഹെർ, ഹേഴ്സ്, herself, it, its, itself, they, them, their, theirs and themselves. Okay, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സെൻറ്റൻസുകൾ കൂടുതൽ. Hi dear friends, I would like to say something about the class. There is a saying, if you want to achieve something in your life, have the courage to make mistake. ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് എല്ലാവർക്കും പൊതുവേ ആഗ്രഹമുണ്ട്, പക്ഷേ ഉള്ളിലൊരു പേടിയുള്ളതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കാത്തത്. അത്യാവശ്യം കുറച്ച് വാക്കുകളും ടെൻസൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ പേടിയൊക്കെ മാറിക്കിട്ടും. ഈ പേടി മാറിയാൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. സൈക്കിൾ ചവിട്ടാനോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ പരിശ്രമത്തിലൂടെ നേടിയെടുക്കാവുന്ന ഒരു കഴിവാണ് എബിലിറ്റി ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു ഭാഷ പഠിക്കേണ്ടത് എങ്ങനെയാണ്? ലേൺ ദ ലാംഗ്വേജ് ടു യൂസ് ഇറ്റ്, യൂസ് ദ ലാംഗ്വേജ് ടു ലേൺ ഇറ്റ്. ഭാഷ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്, അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് പഠിക്കുന്നത്. അങ്ങനെ നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ് നമ്മൾ 10-12 വർഷം പഠിച്ചിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കാതെ പോകുന്നത്. മനസ്സിലായി? +2 കഴിഞ്ഞ് ഇറങ്ങി വരുന്ന എല്ലാ കുട്ടികളും ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയൊക്കെ ഏകദേശം ഒരുപോലെ സംസാരിക്കാനായിട്ട് വേണ്ട ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അത് പഠിക്കേണ്ട പോലെ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കഴിവ് നമുക്ക് ലഭിക്കും. സാധാരണ സംഭവിക്കുന്നത്, നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു കാര്യമാണ്, മീൻ പിടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മീൻ പിടിക്കാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. സ്കൂളിലൊക്കെ സംഭവിക്കുന്നത് നിർഭാഗ്യവശാൽ മീൻ പിടിച്ച് തരികയാണ്. നമ്മൾ ആ മീൻ കൊണ്ടുപോയി ട്യൂഷൻ ടീച്ചറിന് കൊടുക്കും, അത് അവിടുന്ന് വറുത്ത് തരും, വീട്ടിൽ പോയി നമ്മൾ കഴിക്കും. അതല്ല വേണ്ടത്. ഭാഷ പഠിക്കാൻ നേരത്ത് തീർച്ചയായിട്ടും നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. അതായത് ഒരാളെ നമ്മൾ സ്വന്തമായിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കാനായിട്ട് പരിശീലിപ്പിക്കുകയാണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക്
ഇപ്പോൾ എന്തെങ്കിലും മാജിക്കോ ടെക്നിക്കോ അല്ല നമുക്ക് ആവശ്യം വേണ്ടത്. സ്പോക്കൺ ഇംഗ്ലീഷ് യെസ് ആക്ച്വലി ലേൺഡ് ബൈ സ്പീക്കിംഗ്. അതിന് നമുക്ക് 4 കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഇംഗ്ലീഷ് കേൾക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. അതുപോലെ സംസാരിച്ച് പരിശീലിക്കണം, വായിച്ച് പരിശീലിക്കണം, എഴുതി പരിശീലിക്കണം. ഏതെങ്കിലും ഇംഗ്ലീഷ് വാർത്ത കേൾക്കാൻ നോക്കുക, സ്റ്റോറി കേൾക്കാൻ നോക്കുക, അല്ലെങ്കിൽ കാർട്ടൂൺ എന്തെങ്കിലും ഇംഗ്ലീഷ് കാർട്ടൂൺ കണ്ട് അതിന് ശരിക്കും കേൾക്കാൻ നോക്കണം. മറ്റുള്ളവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കുറേയൊക്കെ നമ്മൾ കേട്ട് പിടിക്കണം. നമ്മൾ മലയാളം പഠിച്ചത് അതുപോലെ തന്നെയാണ്. നമ്മുടെ മാതാപിതാക്കന്മാർ അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കുന്നത് കേട്ടാണ് നമ്മൾ മലയാളം പഠിച്ചത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് നമ്മൾ കേൾക്കാനായിട്ട് പരിശ്രമിക്കണം. സ്പീക്കിംഗ്, അതുപോലെ സ്പീക്കിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മൾ പരിശീലിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് വാക്കുകൾ പഠിച്ച് നമ്മൾ ടെൻസൊക്കെ പഠിക്കുന്ന സമയത്ത് മാക്സിമം സെൻറ്റൻസുകൾ എഴുതാൻ നോക്കണം. എഴുതി വെച്ചേക്കുന്ന സെൻറ്റൻസ് പല പ്രാവശ്യം വായിക്കണം. അപ്പം നമുക്ക് റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും അതിലൂടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ക്ലാസ്സും അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സൊക്കെ വാട്സപ്പിലൂടെ മെയിനായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് കൂടുതൽ ഹോംവർക്കുകളും കൂടുതൽ പ്രാക്ടീസ് കൊടുക്കുന്നത് വാട്സപ്പിലാണ്. അതുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്രാമർ ക്ലാസ്സിന് ഒരു ചെറിയ ഫീസുണ്ട്, 100 രൂപയാണ് ചെറിയ ഫീസ്. അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷിന് 300 രൂപയാണ് ഫീസ്. താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ക്ലാസ് ഉള്ളതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെയും ക്ലാസ് പോലെ തന്നെ ജർമ്മൻ A1 A2 പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ബേസിക് ജർമ്മൻ ക്ലാസ്സും കൂടെ ഞാൻ നൽകുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ബേസിക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതും വാട്സപ്പിലൂടെയാണ് നൽകുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് വളരെ എളുപ്പത്തിൽ അനായാസം കൈകാര്യം ചെയ്യാവുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത്. അതിന് വലിയൊരു ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം വേണ്ട കോമൺ സെൻസ് നമുക്ക് ഉണ്ടായാൽ മതി. Okay, I apologize for the limitations that I have here. At the same time, I assure you a useful and a better class. I hope you will enjoy the class. Thank you so much for watching my channel. I would request you please share and subscribe to my channel. God bless you all. Take care. We will see in the next class. Thank you.